വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. സഭ കണ്ട ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചയാളാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച ഒരു മഹാവിശുദ്ധനാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അദ്ദേഹം ജപമാല വർഷത്തോടനുബന്ധിച്ച് ഒരു അപ്പസ്തോലിക ലേഖനം ഇറക്കി. ആ അപ്പസ്തോലിക ലേഖനത്തിൽ ജപമാലയെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നാം പൂർണ്ണവിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടാൻ മരിയ ഭക്തി നമ്മെ സഹായിക്കും. അപ്പം മരിയ ഭക്തി അല്ലെങ്കിൽ മാതാവിനോടുള്ള ഭക്തി കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഈ വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുകയാണ്. നാം പൂർണ്ണവിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടാൻ ജപമാല ഇല്ലെങ്കിൽ മാതാവ് നമ്മെ സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ ജപമാലയിൽ നടക്കുന്ന അത്ഭുതം എന്താ അങ്ങനെയാണെങ്കിൽ? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞത് ആ പറഞ്ഞ കാര്യമാണ് ചോദ്യമായിട്ട് ചോദിക്കുക. ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടാൻ. അനുരൂപപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അനുരൂപപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. അപ്പോൾ ജപമാലയിലൂടെ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താ? അങ്ങനെയെങ്കിൽ നമ്മൾ ജപമാല നടക്കുമ്പോൾ ചെല്ലുന്ന അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം എന്താ? നമ്മൾ ആരായി മാറുക? ക്രിസ്തുവായി മാറുകയാണ്. നമുക്ക് ഏറ്റവും പാടുള്ള പ്രാർത്ഥന എന്താണ്? ചെല്ലിക്കൂട്ടാൻ സമാധാനം സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ഉറക്കം തൂങ്ങാതെ പല വിചാരമില്ലാതെ ചെല്ലാൻ ഏറ്റവും പാടുള്ള പ്രാർത്ഥന ഏതാ? ഏതാ? ഏത് പ്രാർത്ഥനയാണ്? ജപമാല പ്രാർത്ഥന. അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ജപമാല. ജപമാല എന്താണ്? നാം പൂർണ്ണവിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടാൻ, ആയിത്തീരാൻ എന്ത് നമ്മെ സഹായിക്കും? ജപമാല നമ്മെ സഹായിക്കും. അപ്പോൾ ശരിക്കും ഒരു നന്മ നിറഞ്ഞ പറയും ചെല്ലുമ്പോൾ നടക്കുന്ന അത്ഭുതം എന്താ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നന്മ നിറഞ്ഞ പറയും ചെല്ലുമ്പോൾ നടക്കുന്ന അത്ഭുതം എന്താ? ഒരു നന്മ നിറഞ്ഞ പറയും ചെല്ലുമ്പോൾ നമ്മൾ ആരിലേക്ക് വളരുക? ക്രിസ്തുവിലേക്ക് വളരും. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോഹാരിത. ഇവിടെ മാർപ്പാപ്പ പറയും, മറിയം എന്ന വഴിയിലൂടെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറിയ വിശുദ്ധരുടെ എണ്ണം പറയുക അസാധ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. കേട്ടിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയുടെ വിശുദ്ധനാണ് വിശുദ്ധ പാദ്രി പിയോ. 50 വർഷം, 1-2 അല്ല, 50 നീണ്ട വർഷങ്ങൾ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ വഹിച്ചു. കൈകൾ മറുപുറം കാണാമായിരുന്നു. കയ്യിലെ തുളയൊക്കെ മറുപുറം കാണാവുന്ന തുളകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. ഈശോയുടെ 5 തിരുമുറിവുകൾ ശരീരത്തിൽ വഹിച്ച വിശുദ്ധനാണ്. അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്നറിയാമോ? മരിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഈ മുറിവുകളെല്ലാം വളരെ സോഫ്റ്റായിട്ടുള്ള സ്കിന്ന് വന്ന് അടഞ്ഞുപോയി. 50 വർഷം ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണ അല്ലെങ്കിൽ മുറിവുകളായിരുന്ന മറുപുറം കാണാവുന്ന ഈ ശരീരത്തിൽ തുളകൾ മരിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായിട്ട് അടഞ്ഞുപോയി. മറ്റൊരു കാര്യം, ഇന്നും ആ വിശുദ്ധൻ ഒരു ഉറങ്ങുന്നത് പോലെ, ഒരാൾ ഉറങ്ങുന്ന പോലെ ഇപ്പോഴും ഭൗതിക ശരീരം ഇന്നും സഭയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കേടും വന്നിട്ടില്ല, ഒരു മാറ്റം പോലും വന്നിട്ടില്ല ശരീരത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കൊന്നും വേണ്ട. എൻ്റെ പോന്നെ ഇവർ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുക്കും, ചുമ്മാ പറയുന്നൊന്നുമല്ല. ഹല്ലേലൂയ. നമ്മുടെ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും ഹെബ്രായ ലേഖനത്തിൽ, സാക്ഷികളുടെ വലിയ സമൂഹമുണ്ട് നമ്മുടെ ചുറ്റും. അത് നമുക്ക് മുമ്പ് നടന്ന ഈ കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നമുക്ക് കണ്ണടയ്ക്കാൻ, ചില കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും കണ്ണടയ്ക്കാൻ പറ്റിയല്ല. ഇനി കണ്ണടയ്ക്കുന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കണ്ണടയ്ക്കുന്ന. അങ്ങനെയൊന്നും നടക്കുമൊന്നുമില്ല. കാരണം അങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെ ഇപ്പോൾ തോന്നിയാസം ജീവിക്കാൻ പറ്റുമോ? പറ്റിയല്ല. ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞേ ഹല്ലേലൂയ. 50 വർഷക്കാലം പഞ്ചക്ഷതങ്ങൾ വഹിച്ച വിശുദ്ധൻ. ഈ വിശുദ്ധൻ
ഈ വിശുദ്ധൻ വലിയ മരീഭക്തനായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയും ഇങ്ങനെയാണ്: ഇദ്ദേഹം ഒരു ദിവസം 60 ജപമാലയിലുമായിരുന്നു. എത്ര ജപമാലയിലുമായിരുന്നു? 60 കൊന്ത ഒരു ദിവസം. 10-18 മണിക്കൂർ കുമ്പസാരക്കൂട്ടി ചെലവഴിക്കും. വിശുദ്ധ കുർബാന ചെല്ലാൻ വേണ്ടി 4-5 മണിക്കൂറുകൾ. ഇതിനിടയിലും ഇദ്ദേഹം ഈ ജപമാല ചെല്ലാൻ സമയം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കാരണം എന്താ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നാം പൂർണ്ണ വിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവുമായി കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടാം. അതായത് ഓരോ ജപമാല ചെല്ലും തോറും വിശുദ്ധ പാതിരപ്പി ആരോട് കൂടുതൽ അനുരൂപപ്പെടുക? ആരോട് അനുരൂപപ്പെടുക? ക്രിസ്തുവിനോട്. ആരോടാ? ക്രിസ്തുവിനോട്. അതായത് ഓരോ നന്മ നിറഞ്ഞ മറിയും നമ്മിൽ ആരെ വളർത്തുന്നുണ്ട്? പറ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സാത്താൻ ജന്മം ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയല്ല നമ്മളെ കൂടെ സമ്മതിക്കുകയല്ല. വേറെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കോളാൻ പറയും. ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴത്തേനും വല്ലാത്ത ബുദ്ധിമുട്ടാണ്, നമുക്ക് വല്ലാത്ത വിഷമമായി. ചെല്ലാൻ പറ്റുന്നില്ല, ഉറക്കം തൂങ്ങലാണ്, എത്ര എത്തിച്ചിട്ടും അങ്ങോട്ട് കൊന്ത എത്തിച്ചിട്ടും തീരുന്നില്ല. ഇങ്ങനെ 150 പരാതികൾ നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താ? ഇതിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ: നീ ഒരു നന്മ നിറഞ്ഞ മറിയം ചെല്ലിയ എന്ത് സംഭവിക്കും നിന്നേക്കാളും നന്നായിട്ട് ആർക്കറിയാം? ദുഷ്ടനറിയാം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യല? ജന്മം ഉണ്ടെങ്കിൽ ജപമാലയെല്ലാം സമ്മതിക്കുകയല്ല. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞാൻ നിങ്ങളെ ആദ്യത്തെ അല്ലെങ്കിൽ ജപമാല വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണ് സഭയിലേക്ക് ലഭിച്ചത് എന്നാണ് ഒരു പാരമ്പര്യ വിശ്വാസം. അപ്പോൾ ആദ്യത്തെ ഈ ജപമാല ലഭിച്ച വിശുദ്ധ ഡൊമിനിക്ക് ജപമാലയുമായിട്ട് അല്ലെങ്കിൽ ജപമാല ലോകത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ, അദ്ദേഹത്തിനുണ്ടായ ലഭിച്ച ചില വെളിപാടുകൾ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുക. ശ്രദ്ധിച്ച് കേൾക്കാം. ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അടുത്ത് 15,000 ദുരാത്മാക്കൾ ആവസിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് ഇയാളോട് ഒരു ചോദ്യം ചോദിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി ചോദ്യം ഇതാണ്: നിങ്ങൾ എങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഉള്ളിൽ 15,000 പേര് കയറിക്കൂടിയത്? പറഞ്ഞ റീസൺ കേൾക്കണോ? ഇയാൾ ജപമാലയെയും ജപമാലയുടെ 15 രഹസ്യങ്ങളെയും നിരന്തരം ആക്രമിച്ചിരുന്നു. ഇയാളുടെ ഉള്ളിൽ ഇത്രമാത്രം തിന്മയുടെ ദുരാത്മാക്കൾ കയറാൻ കാരണം എന്താ? ജപമാലയെയും ജപമാലയുടെ രഹസ്യങ്ങളെയും, പ്രത്യേകിച്ച് ജപമാല ചൊല്ലുന്നവർ, ജപമാല അങ്ങനെയുള്ളവരെ ആക്രമിക്കും. ജപമാലയെക്കുറിച്ച് ഭയങ്കരമായിട്ട് തരം താഴ്ത്തി മാതാവിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് ഇയാളുടെ ഉള്ളിൽ എത്ര കയറിക്കൂടി? 15,000. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ ഡൊമിനിക്ക് ഇപ്രകാരം ചോദിച്ചു: ദൈവം കഴിഞ്ഞാൽ മനുഷ്യരാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട വ്യക്തി ആരാണ്? ദൈവം കഴിഞ്ഞാൽ തിന്മയുടെ ലോകം ഏറ്റവും അധികം ഭയപ്പെടുന്ന വ്യക്തി ആരാണ്? 2 ചോദ്യങ്ങൾക്കും തിന്മയുടെ ശക്തികൾ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് വിശുദ്ധ ഡൊമിനിക് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു: എൻ്റെ അമ്മേ, എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഈ തിന്മയുടെ ശക്തികളോട് അമ്മ കൽപ്പിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അമ്മ കൽപ്പിക്കണമേ. വിശുദ്ധ ഡൊമിനിക്ക് പ്രാർത്ഥിച്ച് തീർന്ന ഉടനെ മാതാവ് ഇവിടെ ഈ 12,000-ഓളം ആളുകളുണ്ടായിരുന്നു അന്ന് മാതാവിനെക്കുറിച്ചുള്ള ഈ പ്രസംഗം കേൾക്കാൻ. മധ്യത്തിലേക്ക് അമ്മ വന്ന് അമ്മയുടെ അധികാര ദണ്ടുകൊണ്ട് ഈ തിന്മയെ ആവസിച്ച മനുഷ്യനെ സ്പർശിച്ചു. ആ സമയത്ത് മാതാവിനെ കണ്ടപ്പോൾ ഇങ്ങനെ നിലവിളിച്ചു. ഞാൻ ആ ഭാഗം അങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിക്കാം. വിശുദ്ധ ലൂയിസാണ് എഴുതി വെച്ചിരിക്കുക. ഞാൻ പറയുകയാണ്: മാതാവിനെ കണ്ടപ്പോൾ ഇപ്രകാരം തിന്മയുടെ ശക്തികൾ നിലവിളിച്ചു: ഞങ്ങളുടെ ശത്രുവും അധപ്പതനവും നാശവുമായ അങ്ങ് ഇത്രമാത്രം ദാരുണമായി ഞങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്നത് എന്തിന്? എന്നാ മാതാവിനെ വിളിച്ചേ? ഞങ്ങളുടെ ശത്രു, ഞങ്ങളുടെ അധപ്പതനം, ഞങ്ങളുടെ... നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ കാര്യം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് ആക്രമിക്കപ്പെടുന്ന ആരാ? ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് വന്ന് നമ്മൾ കൊന്തയൊക്കെ ഇട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം എന്നറിയാമോ? ഈ മാതാവിനെ എതിർക്കുന്നവർ ഇത് കെണിയാണ്, ഇത് കുരുക്കാണ്, 1-ാം പ്രമാണ ലംഘനമാണ്. ഹല്ലേലൂയ, അഭിഷേക് ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മളെ ആക്രമിക്കുന്ന മറ്റൊരു കാര്യമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യത്തെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് തിന്മയുടെ ശക്തികൾ. ഇതിൻ്റെ ശക്തി എന്താണെന്ന് നമ്മേക്കാളും നന്നായിട്ട് ഈ സാത്താന് അറിയാവുന്നതുകൊണ്ടാണ്. ഈ ദിവ്യകാരുണ്യത്തിലും മരിയഭക്തിയിലും യഥാർത്ഥത്തിൽ നമ്മൾ നിലനിന്ന നമ്മെ തകർക്കാൻ പറ്റിയല്ല തിന്മയുടെ ശക്തികൾക്ക്. അപ്പോൾ എന്ത് പറ്റി? ഈ 2 കാര്യത്തിൽ നമ്മളെ അകറ്റിയാൽ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മെ തകർത്ത് കളയാൻ പറ്റും. അഭിഷേകർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ മാതാവിനെ കണ്ടപ്പോൾ പറയുകയാണ്: ഞങ്ങളുടെ ശത്രുവാണ് നീ, ഞങ്ങളുടെ അധപ്പതനമാണ് നീ, ഞങ്ങളുടെ നാശമാണ് നീ, ഞങ്ങളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വന്നത് എന്തിന്? നരകത്തിൻ്റെ വായിൽ നിന്ന് തന്നെ, ശ്രദ്ധിച്ച് കേൾക്കണം, നരകത്തിൻ്റെ വായിൽ നിന്ന് തന്നെ പാപികളെ പിടിച്ചു മാറ്റുന്ന പാപികളുടെ മധ്യസ്ഥൻ.
അമ്മ എന്താണ് തിന്മയുടെ ശക്തികൾ വിളിച്ചത്? നരകത്തിൻ്റെ വായിൽ നിന്ന് തന്നെ പാപികളെ പിടിച്ചു മാറ്റുന്ന പാപികളുടെ മധ്യസ്ഥയെ. അടുത്ത വാക്ക്, സ്വർഗത്തിലേക്കുള്ള സുനിശ്ചിതമായ പാതയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ സത്യം ഞങ്ങൾ വെളിപ്പെടുത്തണമോ? അഭിഷേകത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ അല്ലെങ്കിൽ നരകത്തിൻ്റെ വായിൽ നിന്ന് തന്നെ പാപികളെ പിടിച്ചു മാറ്റുന്ന പാപികളുടെ മധ്യസ്ഥയെ, സ്വർഗത്തിലേക്കുള്ള സുനിശ്ചിതമായ, ഇതൊക്കെ ആരാ മാതാവിനെ നോക്കി വിളിക്കുക? ദുഷ്ടൻ തന്നെ വിളിക്കുക പേടിച്ചിട്ട്. മാതാവിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ ശത്രുവാണ്, ഞങ്ങളുടെ അധപ്പതനമാണ് നീ. കാരണം നീ എന്താണ്? നരകത്തിൻ്റെ വായിൽ നിന്ന്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആത്മാക്കളെ നീ പിടിച്ചു പറിച്ചെടുക്കുന്നു. നീ സ്വർഗത്തിലേക്കുള്ള ഉറപ്പുള്ള പാതയാണ്. അതുകൊണ്ടാണ് നീ ഞങ്ങളുടെ ശത്രുവും അധപ്പതനവും നാശവുമായി നിൽക്കുക. തുടർന്ന് തിന്മയുടെ ശക്തികൾ ഇങ്ങനെ പറയുകയാണ്, എങ്കിൽ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ച് കേൾക്കുക. യേശുക്രിസ്തുവിൻ്റെ മാതാവ് സർവശക്തയാണ്. യേശുക്രിസ്തുവിൻ്റെ മാതാവ് ആരാണ്? അവൾക്ക് തൻ്റെ ദാസരെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്നും രക്ഷിക്കാനാകും. ഞങ്ങളുടെ തന്ത്രങ്ങളെയും നിഗൂഢതകളെയും അന്ധകാരത്തെയും നശിപ്പിക്കുന്ന സൂര്യനാണ് അവൾ. അവളാണ് ഞങ്ങളുടെ മറയ്ക്കപ്പെട്ട ഗൂഢാലോചനകളെ അനാവൃതമാക്കുന്നത്, ഞങ്ങളുടെ കെണികളെ തകർക്കുന്നത്, ഞങ്ങളുടെ പ്രലോഭനങ്ങളെ ഉപയോഗശൂന്യവും നിഷ്ഫലവുമാക്കുന്നത്. അടുത്ത വാക്ക്, അവളുടെ ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ നിലനിന്ന ഒരൊറ്റ ആത്മാവും ഒരിക്കലും ഞങ്ങളോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടില്ല. മരിയഭക്തിയിൽ നിലനിന്ന, യഥാർത്ഥ മരിയഭക്തിയിൽ നിലനിന്ന ഒരൊറ്റ ആത്മാവ് എവിടെ പോയിട്ടില്ല, എവിടെ കിട്ടിയിട്ടില്ലെന്നാണ് സാത്താൻ പറഞ്ഞത്? നരകത്തിന് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അയച്ചു കേൾപ്പിക്കാം. ഇത് ഒന്നും ശ്രദ്ധിച്ചില്ല, ഇതൊന്ന് കേട്ടെ. അവളുടെ ശുശ്രൂഷയിൽ യഥാർത്ഥത്തിൽ നിലനിന്ന ഒരൊറ്റ ആത്മാവും ഒരിക്കലും ഞങ്ങളോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടില്ല. നരകത്തിന് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവരെ. മരിയഭക്തിയുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ നീ ഹല്ലേലൂയ, നീ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മെ വലിച്ചകറ്റാൻ തിന്മയുടെ ശക്തികൾ ഇത്രമാത്രം ശ്രമിക്കുന്നത്. അതിനുവേണ്ടി വ്യക്തികളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തികളാരും ശത്രുക്കളൊന്നുമല്ല. വ്യക്തികളെ എന്ത് ചെയ്യുകയാണ് ദുഷ്ടൻ? അവർക്ക് അവരുടെ അജ്ഞത കൊണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ സ്വാധീനം മൂലമൊക്കെ അവരെ ഉപയോഗിക്കുകയാണ്. ഇതിനുവേണ്ടി അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ വേണ്ടി. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായതുകൊണ്ട് ഞങ്ങൾ ഇതുകൂടി നിങ്ങളോട് പറയുന്നു. ജപമാല ചൊല്ലുന്നതിൽ സ്ഥിരതയോടെ നിൽക്കുന്നവരാരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഈ ഗ്രന്ഥകർത്താവായ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് അവസാനം ഒരു കാര്യം പറയും. ദിവസേന ജപമാല ചൊല്ലുന്നവർ സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയോ നരകത്തിൽ പോവുകയോ ഇല്ല എന്ന് എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. വിശുദ്ധൻ പറഞ്ഞെന്താണ്? നീ മുടങ്ങാതെ കൊന്തയില്ലയാൽ നീ ഒന്ന് സത്യവിശ്വാസത്തിൽ അകന്നു പോവുകയില്ല, രണ്ട് നീ നരകത്തിൽ പോവുകയില്ല. ഈ കാര്യം എനിക്ക് ഇതിൽ കൂടുതലൊരു ഉറപ്പ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശുദ്ധൻ പറയാണ്, ലൂയിസ് ഡി മോൺഫോർട്ട് പറയാണ്, എൻ്റെ തന്നെ ചങ്കിലെ ചോര എടുത്തിട്ട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നീ മുടങ്ങാതെ കൊന്തയില്ലയാൽ നീ എന്തു ചെയ്യും? ഉറപ്പായി നിത്യതയിലെത്തും. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ നന്മ നിറഞ്ഞ മറിയോ നമ്മളെ ആരിലേക്ക് വളർത്തുക? ക്രിസ്തുവിലേക്ക് വളർത്തുക. നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിക്കൊണ്ടിരിക്കുക. എവിടെ? ആരുടെ ഉദരത്തിൽ? മറിയത്തിൻ്റെ കന്യ ഉദരത്തിൽ. അമ്മയോട് സ്നേഹം തോന്നാൻ ഇതിൽ കൂടുതൽ വലിയ കാരണമൊന്നും വേണ്ട. ഇനി ആരെങ്കിലും മാതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സംശയത്തിൻ്റെ, അല്ലെങ്കിൽ മാതാവിന് വേറെ മക്കളുണ്ടായിരുന്നു? മാതാവ് വേറെയും പ്രസവിച്ചിട്ടുണ്ട്. ആരെയാ ഇപ്പോഴും പ്രസവിച്ചുകൊണ്ടിരിക്കുക. ആരെയാ പ്രസവിക്കുന്നത്? പറ. നമ്മളെ പ്രസവിക്കുന്നത്. ഹല്ലേലൂയ. മാതാവിന് ഒന്നുമല്ല രണ്ടുമല്ല, മാതാവിന് ഒരുപാട് മക്കളുണ്ട്. അതിൽ ആരൊക്കെ പെടുന്നുണ്ട്? നമ്മളെല്ലാവരും പെടുന്നുണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ മരിയഭക്തിയുടെ പ്രസക്തി എന്താണ് നമ്മൾ ചിന്തിക്കുക. കാരണം എന്താ? മാതാവ് തൻ്റെ കന്യാഉദരത്തിൽ നമ്മെ വഹിച്ച് നമ്മെ ഓരോരുത്തരെ ആരെ പോലെ വളർത്തുക? യേശുവിനെ പോലെ. യേശുവിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റിയല്ല. അത് നിരന്തരം ഈ അമ്മ, ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാതൃത്വം പുൽകാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? ആരുമില്ല. പ്രത്യേകിച്ച് ക്രിസ്തു മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായിട്ടുണ്ടോ? ഉറപ്പായും നീ ആരുടെ കന്യാഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുക? മറിയത്തിൻ്റെ കന്യാഉദരത്തിൽ ക്രിസ്തുവിനെ പോലെ വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നീ ഹല്ലേലൂയ, ക്രിസ്തുവിനെ പോലെ വളരുന്ന നീ കഴിക്കേണ്ട ഏക പോഷണം എന്താ? നീ കഴിക്കേണ്ട ഏക പോഷണം എന്താ?
ജപമാല. എന്താ ജപമാല? പെട്ടെന്ന് കൂടെ അതും കൂടെ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കുക. എന്താ ജപമാല? രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനമാണ് ജപമാല. എന്താണ് ജപമാല? ധ്യാനം. എന്താ രക്ഷാകര രഹസ്യം? യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉത്ഥാനം. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന വാക്കാണ് രക്ഷാകര രഹസ്യം, അല്ലെങ്കിൽ പെസഹ രഹസ്യം. അതുകൊണ്ട് എന്താ ജപമാല നമ്മൾ പഠിക്കാൻ പോവുക. എന്താണ് ജപമാല? രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനമാണ് ജപമാല. എന്താണ് രക്ഷാകര രഹസ്യം? ഏതൊക്കെ പ്രവൃത്തിയിലൂടെയാണ് യേശു എന്നെ രക്ഷിച്ചത് പാപത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും? ഏതൊക്കെ പ്രവൃത്തിയിലൂടെയാ? യേശുവിൻ്റെ ജനനം, അതാണ് എന്ത്? സന്തോഷത്തിൻ്റെ രഹസ്യം. യേശുവിൻ്റെ ജീവിതം, അതാണ് പ്രകാശത്തിൻ്റെ രഹസ്യം. യേശുവിൻ്റെ പീഡാസഹന മരണം, അതെന്താണ്? ദുഃഖത്തിൻ്റെ രഹസ്യം. യേശുവിൻ്റെ മഹനീയമായി ഉയർത്തെഴുന്നേറ്റ്, അതെന്താണ്? മഹിമയുടെ രഹസ്യം. അപ്പം ശരിക്കും പറഞ്ഞാൽ ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്, യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണോ മറിയം കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണോ? ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്ന മുഴുവൻ ക്രിസ്തു രഹസ്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ജപമാല ആര് കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്? ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ആരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു? മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കണം. ജപമാല നമ്മുടെ കുഞ്ഞ് ആദ്യം പഠിച്ച പ്രാർത്ഥനയാണ്, നന്മ നിറഞ്ഞ പറയും. അത് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം തീർച്ചയായിട്ടും. പക്ഷേ ഹല്ലേലൂയ, നമ്മൾ മറിയത്തോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഈ ജപമാലയും മുഴുവൻ നമ്മൾ ധ്യാനിക്കുന്ന ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ച്. ആരോടൊപ്പം? മാതാവിനോടൊപ്പം. എന്തിനാണ് മാതാവിനോടൊപ്പം ധ്യാനിക്കുന്നത്? രക്ഷാകര സംഭവങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും രക്ഷാകര സംഭവങ്ങളുടെ പൂർത്തീകരണമായ സഭ ആരംഭിച്ചതിലും ഇതിലെല്ലാം സന്നിഹിതയായ ഏക വ്യക്തി ആര് മാത്രമാണ്? അങ്ങനെയെങ്കിൽ ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന അധ്യാപിക ആര് തന്നെ? മറിയം തന്നെ. പക്ഷേ ഹല്ലേലൂയ. അപ്പം രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പം അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ രക്ഷാകര രഹസ്യങ്ങൾ മുഴുവൻ ഉൾച്ചേർന്ന വ്യക്തിയാണ് മറിയം. അതുകൊണ്ടാണ് മാർപ്പാപ്പ, ജോൺ ബോൺ മാർപ്പാപ്പയുടെ ഈ കന്യാമറിയത്തിൻ്റെ ജപമാല എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ നമ്മോട് പറയും, നമുക്ക് മറിയത്തിൻ്റെ പാഠശാലയിലേക്ക് പോകാം. ഞാൻ വാക്കുകൾ അങ്ങനെ തന്നെ വായിച്ച് കേൾപ്പിക്കാം. മാർപ്പാപ്പയുടെ വാക്കുകൾ. മാർപ്പാപ്പ ഇങ്ങനെ പറയുക: നസ്രത്തിലെ വീട്ടിൽ ക്രിസ്തുവിൻ്റെ മാനുഷിക വളർച്ചയെ വീക്ഷിക്കുന്ന മറിയത്തിൻ്റെ സമീപത്തേക്ക് ജപമാല മൗതികമായി നമ്മെ നയിക്കുന്നു. അടുത്ത വാക്ക്: ഇതിലൂടെ ക്രിസ്തു നമ്മിൽ പൂർണ്ണമായും രൂപപ്പെടുന്നതുവരെ മാതൃവാത്സല്യത്തോടെ നമ്മെ ഒരുക്കാനും പാകപ്പെടുത്താനും അവൾക്ക് സാധിക്കും. എത്രയോ സുന്ദരമായ വാക്കുകളാണ് മാർപ്പാപ്പ എഴുതി വെച്ചിരിക്കുക. ജപമാല മൗതികമായി നമ്മെ ആരുടെ അടുത്തേക്ക് നയിക്കുന്നു? ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധ അമ്മ എന്താ ചെയ്യുന്നേ? ക്രിസ്തു നമ്മിൽ പൂർണ്ണമായും രൂപപ്പെടുന്നതുവരെ നമ്മെ മാതൃവാത്സല്യത്തോടെ ഒരുക്കാനും പാകപ്പെടുത്താനും. ഇപ്പൊ ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന നിന്നെ തൻ്റെ കന്യകാ ഉദരത്തിൽ ഈ അമ്മ ആരെ പോലെയാ പാകപ്പെടുത്തുന്നത്? യേശുവിനെ പോലെയാ പ്രിയപ്പെട്ട കുഞ്ഞെ. അതാണ് മരിയ ഭക്തിയുടെ ഏറ്റവും വലിയ പ്രസക്തി. അതാണ് മരിയ ഭക്തി നമ്മെ വളർത്തുന്നത് ആരിലേക്കാ? ക്രിസ്തുവിലേക്കാ. മരിയ ഭക്തി നമ്മെ എത്തിക്കുന്നത് ആരിലേക്കാ? ക്രിസ്തുവിലേക്കാ. മരിയ ഭക്തി നമ്മെ ആത്യന്തികമായി എത്തിക്കുന്ന എവിടെയാ? നിത്യതയിലാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാവിനെ കൂടാതെ ഒരു ആത്മീയതയൊന്നും നമുക്കില്ല. ഞാൻ പറഞ്ഞത് പ്രാണവായു നിങ്ങളുടെ ശാരീരിക ജീവൻ നിലനിർത്താൻ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണോ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട കുഞ്ഞെ നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ. എന്താണെങ്കിലും കന്യാ ഉദരത്തിൽ കിടക്കാതെ അവിടെ വളരാതെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാൻ പറ്റിയല്ല. അപ്പം അമ്മയെ വേണ്ടെന്ന് പറയുന്നവൻ എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയാൻ പാടില്ല. ഹല്ലേലൂയ. മാതാവിനെ വേണ്ടെന്ന് പറയുന്നവർ എന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വിശുദ്ധരുടെയൊക്കെ വിശുദ്ധ മാതൃക അനുകരിച്ചുകൊണ്ട് ഒരു ദിവസം 60 കൊന്തയില്ലേ വിശുദ്ധ പാതിരിയെ പിയെ പോലെ, ഒരു ദിവസം 40 ജപമാലയിലുമായിരുന്നു വിശുദ്ധ ജോൺ ബോൺ മാർപ്പാപ്പ. അങ്ങനെ ഒരുപാട് വിശുദ്ധരുടെ എണ്ണം പറയാൻ പറ്റും. ഒരു ദിവസം 10, 20, 30, 40, 50, 60 ജപമാല ഒരു ദിവസം ചൊല്ലിയ വിശുദ്ധരുടെ നീണ്ട നിരയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരുടെയൊക്കെ ഈ വിശുദ്ധരുടെ എല്ലാം ജീവിതം പറയുന്ന കാര്യം എന്താ? നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ജപമാലയെല്ലാം പറ്റും. ഈ മാതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. മാതാവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അത് ഈ മാതാവിൻ്റെ കന്യാ ഉദരത്തിൽ വളരും നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്ത് ചെയ്താൽ മതി? രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ നമ്മൾ ആരിലേക്ക് വളരുകയാണ്? ക്രിസ്തുവിലേക്ക് വളരുകയാണ്. അത് ആത്യന്തികമായിട്ട്
എടുക്കേണ്ട ഒരു തീരുമാനം ഞാൻ പറയാം. നിങ്ങൾ മുടങ്ങാതെ ജപമാലയെല്ലാം തുടങ്ങിക്കോ. ശരിയായ ക്രിസ്തീയ ആത്മീയതയുടെ പൂർണ്ണതയിലേക്ക് ആര് നിങ്ങളെ കൈപിടിച്ച് നയിക്കും? മാതാവ് നയിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ നമ്മൾ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പം അമ്മ നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യം എന്താ? നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം, നമ്മെ എന്ത് ചെയ്യുന്നു? തൻ്റെ കന്യക ഉദരത്തിൽ വഹിച്ച് നമ്മെ ആരെ പോലെ വളർത്തുന്നു? ക്രിസ്തുവിനെ പോലെ വളർത്തുന്നു. അഭിഷേകം ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അമ്മയോട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ള മക്കളായിരിക്കണം. എന്ത് ചെയ്യണം? നന്ദിയുള്ള മക്കളായിരിക്കണം തീർച്ചയായിട്ടും. എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മളൊരു വാക്ക് പറയുന്നുണ്ട്. എന്താ പറയുക? നിന്റെ സന്നിധിയിൽ വന്ന് എന്ന് പറഞ്ഞേ, നിന്റെ സന്നിധിയിൽ വന്ന് നിന്റെ മാധ്യസ്ഥം തേടിയവരിൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ചെന്നാൽ മാതാവ് ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇന്നുവരെ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം നമ്മളെ ഉപേക്ഷിക്കുമോ? ഇല്ല. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ മക്കളായ നമ്മുടെ ഒരു ഉറപ്പതായിരിക്കണം. ഇന്നുവരെയും അമ്മ തൻ്റെ മക്കളെ ആരെ ഉപേക്ഷിച്ചിട്ട്, അതുകൊണ്ട് ആരെ ഉപേക്ഷിക്കുകയല്ല, എന്നെ ഉപേക്ഷിക്കും. യേശുവിൻ abiders, നന്മ പൂർണ്ണരാ, യേശുവിൻ abiders, സ്നേഹയോഗ്യരാ, യേശുവിൻ abiders, സത്യസന്ധരാ. യേശുവിൻ abiders. ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ചിറ്റൂർ ധ്യാനേന്ദ്രത്തിലുള്ള യൂത്ത് മിനിസ്ട്രി നടത്തുന്ന അബൈഡ് റിട്രീറ്റ് പങ്കെടുക്കുന്നത്. അത് കൂടിയപ്പോൾ ഭയങ്കരമായിട്ട് ദൈവസ്നേഹത്തിലേക്ക് വരാൻ ഇടയാക്കിയ ഒരു റിട്രീറ്റാണ്. ഇതിനു മുമ്പ് റിട്രീറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിലനിൽക്കാനായിട്ട് ഇവിടെ ഒരു യൂത്ത് മിനിസ്ട്രിയുടെ ഒരു കമ്മ്യൂണിയൻ ഉള്ളതുകൊണ്ട്, ഒരു ഫെലോഷിപ്പ് ഉള്ളതുകൊണ്ട് ദൈവം തന്ന ആ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലാണെങ്കിലും ആദ്യ കുർബാനയ്ക്ക് ശേഷം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല, വെറുതെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് അമ്മ വഴക്കിടുന്നത് കൊണ്ടൊക്കെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ സഹനങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൂടെയൊക്കെ ദൈവം കൈപിടിച്ച് നടത്തിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലായതാണ്. അന്നൊക്കെ ഞാൻ എങ്ങനെയൊക്കെ അത് സഹിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എങ്കിലും അപ്പയും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളായിരുന്നതുകൊണ്ട് അവരുടെ ഒരു പ്രാർത്ഥന ലൈഫ് എനിക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് തന്നെ അമ്മ ഒത്തിരി കൊന്തയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു പ്രാർത്ഥനയോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 11th 12th ഒക്കെ ആയപ്പോൾ, 10th വരെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. 11th 12th ഒക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് ഉഴപ്പി. ദൈവത്തിന് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകും. പക്ഷേ എന്തിനാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ ലോകത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ലോകത്തിലുള്ള ആൾക്കാരുടെ പുറകെ അങ്ങനെ ഭയങ്കര ഒരു കുത്തഴിഞ്ഞ പോലെ ജീവിക്കുമായിരുന്നു. അതിനുശേഷമാണ് സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കോൾ ഇതാണ്, യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നുള്ളൊരിത് ഉള്ളിൽ ഭയങ്കരമായിട്ട് ദൈവം തോന്നിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എങ്ങനെ ശുശ്രൂഷ ചെയ്യും? ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. ഇവിടെയുള്ള യൂത്തിലുള്ള ആൾക്കാരൊക്കെ നല്ല പക്വതയായിരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരു ധ്യാനം കൂടി കൂടിയിട്ട് യൂത്ത് മിനിസ്ട്രിയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഈശോയുടെ സ്നേഹം ഒത്തിരി അനുഭവിക്കാൻ പറ്റി. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന കരിയർ അല്ല, പക്ഷേ ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു പാത്തുണ്ട് എനിക്ക് വേണ്ടി എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടി. അതിനുശേഷമാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 2015 മറൈൻ ഡ്രൈവ് കൺവെൻഷൻ്റെ സമയത്ത് അട്ടപ്പാടി എന്നുള്ള ടീമായിരുന്നു. അപ്പോൾ വട്ടായിലച്ചൻ ഇങ്ങനെ പറയുന്നുണ്ട്, സൺഡേസ് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് സൺഡേ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ജോലി പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സൺഡേ പഠിക്കാതെ ബാക്കിയുള്ള ദിവസം പഠിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ മാർക്കിനേക്കാളും കൂടുതൽ കിട്ടുവാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒരു പാക്റ്റ് പോലെ. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഒരു എക്സാംസൊക്കെ വരുമ്പോൾ, യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ വരുമ്പോൾ സൺഡേസ് പഠിക്കത്തില്ല. സൺഡേസ് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യും, അല്ലെങ്കിൽ ആരാധന ചാപ്പലിൽ പോയി കുറേ മണിക്കൂറോളം ഇരിക്കും. അതൊക്കെ ദൈവം ശരിക്കും കൈപിടിച്ച് നടത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ഞാൻ കർത്താവിനോട് അടുക്കും, കർത്താവിനോട് എനിക്ക് സ്നേഹം വരും. ദൈവം ദാനമായി തന്ന വിശ്വാസം കുറേ അളവ് വർദ്ധിച്ചു. അങ്ങനെ അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ സെക്കൻഡ് ടോപ്പറായി. അങ്ങനെ 2-3 റിസൾട്ട്സിൽ അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്. സൺഡേസ് ദൈവത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യാനായിട്ട് മാറ്റിവെക്കേണ്ടതാണ്, എന്നാലേ ദൈവം സമൃദ്ധി തരുള്ളൂ എന്ന് ഒരു വചനമുണ്ട്, ഏശയുടെ പുസ്തകത്തിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും നിവർത്തിയാവാൻ തുടങ്ങി. അതിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. ദൈവത്തിന് വേണ്ടി ഒരു ലൈഫ് ഫുൾ മാറ്റി വെക്കണം എന്നുള്ളൊരു ബോധ്യം എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആണെങ്കിലും കിട്ടി. അതിനുശേഷമാണ് കോളേജിൽ വെച്ച് പ്ലേസ്ഡ് ആയപ്പോൾ ഒരു IT ജോബും പിന്നെ ഒരു എൻജിനീയറിംഗ് അല്ലാത്തൊരു ജോബ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു ഏതിന് പോകണം, എന്താണ് ചെയ്യേണ്ടതെന്ന്. കർത്താവ് ആഗ്രഹിക്കുന്നത് ചെയ്യണമല്ലോ.
അങ്ങനെ കർത്താവിൻ്റെ കൂടെ നിന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഒരു സെക്കൻഡ് IT അല്ലാത്ത മറ്റേ ജോലി ചൂസ് ചെയ്തത്. അതിനുശേഷം ബാംഗ്ലൂർ പോയി. അപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന, പള്ളി കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ, അങ്ങനെ ഭയങ്കരമായൊരു കൺഫ്യൂഷൻസിലൂടെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പക്ഷെ ഞാൻ ചെന്ന സ്ഥലത്ത് തന്നെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ കുർബാനകളുള്ള, ഞാൻ താമസിക്കുന്നതിന് 5 മിനിറ്റ് ഗ്യാപ്പിൽ, പിന്നെ റിട്രീറ്റ് സെൻറ്റേഴ്സ്, നിത്യാരാധന ചാപ്പലുകൾ എല്ലാം ഉള്ള സ്ഥലത്താണ് ദൈവം കൊണ്ട് തന്നെ ഇട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് നമ്മളെ വേണമെങ്കിൽ ദൈവത്തിന് എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ കൂടെ നിർത്താൻ പറ്റും, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പിന്നെ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാം ഓക്കെയാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ് ശരിയെന്ന്. കർത്താവിൻ്റെ കൂടെ നിന്ന് പേഴ്സണൽ പ്രയറിൽ നിന്ന് ഇത്തിരി മാറിപ്പോയപ്പോൾ ശരിക്കും താഴെ പോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ എന്തോരാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്ക് മേൽ കൃപ എന്നുള്ളൊരു കോൺസെക്രേഷൻ ഉണ്ട് 40 ഡേയ്സിൻ്റെ, ലൂയി ഡി മോൺഫോർട്ട് പറഞ്ഞിട്ടുള്ള. അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും എൻ്റെ ലൈഫ് ഫുൾ ഈശോയ്ക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനുശേഷം ഇന്നുവരെയും എന്ത് തീരുമാനങ്ങൾ എടുത്താലും കർത്താവിനോട് ചോദിച്ചിട്ട്, അത് ഒരു പ്രാവശ്യം ചോദിക്കലല്ല, കുറേ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്ന് ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യും. അങ്ങനെ വരുമ്പോൾ എല്ലാം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇല്ല ഇത് തെറ്റാണ്. നമ്മുടെ കൂടെയുള്ളവർ, ഇപ്പോൾ ഞാൻ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോച്ചിങ്ങിന് പോയില്ല. കോച്ചിങ്ങിന് പോകാതിരുന്നപ്പോൾ ഈവൻ യൂത്ത് മിനിസ്ട്രിയിലുള്ള ആൾക്കാർ വരെ പറഞ്ഞു, കോച്ചിങ്ങിന് കൊണ്ട് എന്ത് കിട്ടാനാ, നീ വെറുതെ പൈസ കളയാൻ വേണ്ടി. അങ്ങനെ കുറേ അവഗണനകളും കുറ്റപ്പെടുത്തലുകളൊക്കെ കിട്ടിയെങ്കിലും നമ്മുടെ ഉള്ളിൽ കർത്താവ് തോന്നിച്ചു കോച്ചിങ്ങിന് പോകേണ്ട കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് 7.5 കിട്ടി. അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാനത് ചെയ്യുമ്പോഴും അതിൻ്റെ എക്സാംസിൻ്റെ സമയത്തൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ദൈവത്തിന് തരാൻ പറ്റും. അത് എനിക്ക് ശരിക്കും മനസ്സിലായതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ദൈവം ഭയങ്കരമായിട്ട് നമ്മൾ ഉയർത്തും. കുറേ സാഹചര്യങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാവും, എങ്കിലും കർത്താവിൻ്റെ കരുണയുടെ ആഴം ഓരോ നിമിഷവും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ലൈഫിൽ. എനിക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ജോലി റിസൈൻ ചെയ്തേക്കുവാണ്. ഇനി ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ഇനി എന്താകും, അതിൻ്റെ സാമ്പത്തികമായിട്ടോ അതൊന്നും ആയിട്ടില്ല. പക്ഷേ സ്റ്റിൽ ദൈവം കൊണ്ട് നടത്തും എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മേനോട് ഒത്തിരി അടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പണ്ട് കൊന്നയില്ലെങ്കിലും എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെങ്കിൽ അവിടെ ഈശോൻ്റെ ഏക ബലിയാണ്, അത് അന്ന് കാൽവരിയിൽ നടന്നതാണെന്നുള്ളൊരു ബോധ്യമൊക്കെ എനിക്ക് ശരിക്കും ഈ മിനിസ്ട്രിയിൽ നിന്നപ്പോഴാണ് കൂടുതൽ കർത്താവിനോട് കൂടെ നിൽക്കുമ്പോഴാണ് ഓരോ ബോധ്യങ്ങൾ ലൈഫിൽ കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെ ഈ നാളുകളിൽ കർത്താവ് ശരിക്കും കൂടെ നടന്ന് ഇനിയുള്ള ലൈഫിലാണെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ദൈവം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.